വെൽക്കം ടു ന്യൂസ് അപ്ഡേറ്റ്സ് വിത്ത് മല്ലു ത്രില്ലർ. ഞാൻ ചോദിച്ച ചോദ്യം ഇപ്പോഴും പ്രസക്തമാണ്. ഞാൻ ആദ്യം ചെയ്ത വീഡിയോ ഇതാണ്. മാജിക്കിൽ മാത്രം എന്തുകൊണ്ട് കഴിഞ്ഞ 30 വർഷമായി, കഴിഞ്ഞ 3 ദശാബ്ദമായി പുതിയ താരോദയം ഉണ്ടാകുന്നില്ല എന്നതാണ്. മിസ്റ്റർ വേണു പരമേശ്വർ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. കഴിഞ്ഞ 30 വർഷത്തോളമായിട്ട് എന്തുകൊണ്ടാണ് മാജിക് രംഗത്ത് പുതിയൊരു താരോദയം ഇല്ലാത്തത്? ഏകദേശം 30 വർഷത്തോളമായി മാജിക് അക്കാദമി എന്ന ഒരു സ്ഥാപനം മുതുകാട് സ്ഥാപിച്ചിട്ടുണ്ട്. അതിൽ ഒരുപാട് കലാകാരന്മാരുണ്ട്, വളരെ കഴിവുള്ളവർ. എന്തുകൊണ്ടാണ് അവരൊന്നും ഈ ഒരു മേഖലയിലേക്ക്, അല്ലെങ്കിൽ മുതുകാടിനെ പോലെ ലോകം കീഴടക്കിയ ഒരു മജിഷ്യനായിട്ട് പുറത്തു വരാത്തത്? തീർച്ചയായിട്ടും ഈ ചോദ്യത്തിന് മിസ്റ്റർ ഗോപിനാഥ് മുതുകാട് തന്നെയാണ് ഉത്തരം നൽകേണ്ടത്. വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇതിൻ്റെ പുറകിൽ അടിച്ചമർത്തലുകളോ മുളയിലെ നുള്ളുന്ന ചില സംഭവങ്ങളുണ്ടെന്നുള്ളത് തീർച്ചയാണ്. നിരവധി പ്രതിഭകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് മാജിക്കിൻ്റെ അട്ടിപ്പേർ അവകാശം എടുത്തിരുന്ന, മാജിക്കിൻ്റെ അപ്പോസ്തലനായി നമ്മൾ വാഴ്ത്തിയിരുന്ന മുതുകാട് ഗോപിനാഥിൻ്റെ നേതൃത്വത്തിൽ മാജിക് അക്കാഡമി എന്ന് പറയുന്ന മാജിക് പഠിപ്പിക്കാൻ വേണ്ടി മാത്രം ഇന്ത്യയിലെ സ്ഥാപനമുണ്ടായിരുന്ന ഏക സംസ്ഥാനമാണ് കേരളം. എന്നിട്ട് പോലും കഴിഞ്ഞ 30 വർഷമായി മാജിക്കിൽ പുതിയൊരു താരോദയം ഉണ്ടായിട്ടില്ല. അതിൻ്റെ ഉത്തരം പറയാൻ മാജിക്കിൻ്റെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചുമതലയുള്ള ഒരാളെന്ന നിലയ്ക്ക് മുതുകാടിന് കൃത്യമായി ഉത്തരവാദിത്വ ബോധത്തോടെ ഉത്തരം നൽകേണ്ട ബാധ്യതയുണ്ട്. ധാരാളം പ്രതിഭകളെ മുതുകാട് ഗോപിനാഥ് കണ്ടെത്തിയിട്ടുണ്ട് മാജിക് അക്കാഡമിയിലൂടെ. പക്ഷെ അവരെ എല്ലാം എങ്ങനെയോ വെട്ടിനിരത്തപ്പെടുകയോ മുളയിലെ നുള്ളുകയോ ചെയ്യപ്പെടുന്നുണ്ട്. തനിക്ക് ശേഷം പ്രളയമെന്ന ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ ഈ പറയുന്ന ആരൊക്കെയോ പോകുന്നുണ്ട്. എന്തുകൊണ്ട് എനിക്ക് മുതുകാടിനെതിരെ സംസാരിക്കേണ്ടി വന്നു എന്ന് ചോദിച്ചാൽ, 1997 ഏപ്രിൽ 18 കൃത്യമായി പറഞ്ഞാൽ ഇന്നേക്ക് 26 വർഷങ്ങൾക്കപ്പുറം മുതുകാട് ഞാനുമായി ചില ബന്ധങ്ങളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിനയം, ആ വിനയത്തിൽ പൊതിഞ്ഞ വിജയവിശ്വാസമാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. 25 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ കാണുന്ന മുതുകാട് അങ്ങനെ തന്നെയായിരുന്നു. ആ 26 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ടായിരുന്ന ആ നിഷ്കളങ്കമായിട്ടുള്ള ആ പുഞ്ചിരി, അഭിനയം, അതിന്ന് ക്യാമറയ്ക്ക് മുന്നിലേക്ക് മാത്രമായി ചുരുങ്ങി എന്നുള്ളതാണ് സത്യം. പണവും സ്വാധീനവും അധികാരവും പ്രശസ്തിയും അംഗീകാരങ്ങളും കൊണ്ട് മൂടപ്പെട്ട അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ അന്ധമായി മാറി എന്നുള്ളത് കേരളീയ സമൂഹം തിരിച്ചറിഞ്ഞു. ഏകദേശം 8 വർഷങ്ങൾക്ക് മുമ്പ് ഈ വേണു പരമേശ്വർ അദ്ദേഹത്തിൻ്റെ, അതായത് മുതുകാടിൻ്റെ ഡയറക്ടറോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ചെയ്തികളൊന്നും ശരിയായ രീതിയിലല്ല പോകുന്നത്, അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങുന്നുണ്ട്, ആ പണ്ട് കണ്ടിരുന്ന വിനയമൊന്നും ഇപ്പോൾ കാണുന്നില്ല എന്ന രീതിയിൽ അവതരിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ആ ഡയറക്ടർ അദ്ദേഹത്തെ തടയുകയാണ് ചെയ്തത്. നിങ്ങളൊരിക്കലും ലോകമാരാധിക്കുന്ന, അല്ലെങ്കിൽ ഇത്രയും ആളുകൾ, പൊതുജനങ്ങൾ, ഇത്രയും സമൂഹം നെഞ്ചിനുള്ളിൽ കൊണ്ടു നടക്കുന്ന മുതുകാടിനെ കുറിച്ച് ഇങ്ങനെ പറയാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. വേണു പരമേശ്വർ അതിന് നല്ലൊരു മറുപടി കൊടുത്തു. ഇന്ന് നിങ്ങൾക്ക് എൻ്റെ വായടക്കാൻ കഴിയും, പക്ഷേ നാളെ 1000-ങ്ങളും 10,000-ങ്ങളും ഇതേ ചോദ്യമായിട്ട് വരുമ്പം നിങ്ങൾക്കെന്നല്ല, നിങ്ങളുടെ തലപ്പത്തിരിക്കുന്ന മുതുകാടിന് വരെ ഇതിന് മറുപടി പറയാൻ കഴിയാതെ വരുന്നത്. ശരിയാണ്, 100% ശരിയാണ്. അതാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ കാണുന്നത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ചെയ്തികൾ പിന്നീട് അടുപ്പമുള്ള ഒരാളെന്ന നിലയ്ക്ക് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡയറക്ടറോട് 8 വർഷങ്ങൾക്ക് മുൻപ് ചന്ദ്രസേനൻ മിത്രമല എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മാജിക് അക്കാഡമിയുടെ ഡയറക്ടറോട് നേരിട്ട് കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. സാർ, മുതുകാടിൻ്റെ ലൈനും ലെങ്തും ശരിയായ രീതിയിലല്ല, അദ്ദേഹം സമൂഹത്തിന് ഈ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ ചെയ്യുന്നില്ല, നല്ല കോൺട്രിബ്യൂഷൻസ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നില്ല. ഇതേ ഡയറക്ടർ എന്നെ തടയുകയുണ്ടായി. ഇന്നൊരു പക്ഷേ എന്നെ തടയാൻ അങ്ങേക്ക് കഴിഞ്ഞേക്ക്. വർഷങ്ങൾ കഴിയുമ്പോൾ, അല്ലെങ്കിൽ ദിനങ്ങൾ കഴിയുമ്പോൾ, 1000-കണക്കിന് 10,000-കണക്കിന് നാവുകളിൽ നിന്ന് ഇതേ ചോദ്യം ഉയരുമ്പോൾ അങ്ങേക്കും അങ്ങയുടെ തലപ്പത്തിരിക്കുന്ന മുതുകാടിനും ഇതിനുത്തരം പറയാൻ ഒരു പക്ഷേ കഴിഞ്ഞെന്ന് വരില്ല സാർ എന്ന് പറഞ്ഞത്. കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട്
കേരളത്തിലെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് അവരുടെ വികാസത്തിനും ഉന്നമനത്തിനും അവരുടെ മേന്മയ്ക്കുമായി കിട്ടേണ്ടിയിരുന്ന ഫണ്ട്, സംസ്ഥാന സർക്കാർ അനുവദിക്കുന്ന ബജറ്റിൽ നീക്കിവെക്കുന്ന ഫണ്ട് ആ കുട്ടികൾക്ക് കൊടുക്കാതെ മാജിക് അക്കാഡമിയോ മാജിക് പ്ലാനറ്റുമായി ബന്ധപ്പെട്ട DAC പോലുള്ള സെൻ്ററുകളിലേക്ക് ആ പണം ഒഴുകുന്നത്, അതാണിപ്പോൾ സാമ്പത്തിക ക്രമക്കേടുമായി വന്നിരിക്കുന്നത്. അദ്ദേഹത്തെ തിരുത്താനുള്ള ബാധ്യത നമുക്ക് സമൂഹത്തിനുമില്ലേ? അദ്ദേഹം ശ്രീബുദ്ധനെ സാക്ഷിയാക്കി, ബുദ്ധൻ്റെ ഒരു പ്രതിമ സാക്ഷിയാക്കി കഴിഞ്ഞ ദിവസം ഒരു മറുപടി പ്രസംഗം നിങ്ങൾ കണ്ടതാണ്. അതുപോലൊരു വീഡിയോ. അതിൽ അദ്ദേഹം പറയുന്ന ന്യായീകരണങ്ങളൊന്നും തന്നെ നമുക്ക് വ്യക്തമാകുന്ന രീതിയിൽ അദ്ദേഹം പറയുന്നില്ല. കണക്കുകളുടെ കാര്യങ്ങളൊക്കെ അദ്ദേഹം അവ്യക്തമായിട്ടാണ് പറയുന്നത്. കണക്കുകളൊക്കെ ഓഡിറ്റ് ചെയ്യപ്പെടണം. തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരിൻ്റെ പൊതുമുതലിൽ നിന്ന്, പൊതു ഖജനാവിൽ നിന്ന് ഒരു ചില്ലിക്കാശെങ്കിലും മാജിക് അക്കാഡമിയോ മാജിക് പ്ലാനറ്റോ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായി സുതാര്യമായി കണക്കുകൾ ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തെ പോലൊരു വ്യക്തിത്വം, ഉന്നതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിത്വം 100% ബാധ്യസ്ഥനാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആ ഒരു വീഡിയോ നമ്മളെല്ലാവരും കണ്ടതാണ്. അദ്ദേഹം അവിടെ അവ്യക്തമായിട്ടുള്ള എന്തൊക്കെ കണക്കുകൾ നിരത്തി അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു മുതുകാട് വിഷയം ഒരു മുഖ്യധാര മാധ്യമങ്ങളും ചർച്ചയ്ക്ക് പോലും എടുക്കാത്തത് വളരെ സങ്കടകരമായ കാര്യമാണ്. അതിൻ്റെ പുറകിലും ഒരുപാട് കഥകൾ വരാനിരിക്കുന്നേ ഉള്ളൂ. കാരണം അദ്ദേഹം കൂട്ടുപിടിച്ച 1-2 ചാനലുകളെ കുറിച്ച് നമുക്കറിയാം. അത്തരത്തിലുള്ള ചാനലുകളെ പിടിച്ചാണ് അദ്ദേഹം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. ഗവൺമെന്റിൽ നിന്നും കിട്ടുന്ന കോൺട്രിബ്യൂഷൻസ് എല്ലാം ഈ കുട്ടികൾക്ക് വേണ്ടിയാണ്. പക്ഷേ അത് അദ്ദേഹം മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടിയും, അദ്ദേഹത്തിൻ്റെ അക്കാഡമിക്ക് വേണ്ടിയും, അദ്ദേഹത്തിൻ്റെ മറ്റു സ്ഥാപനങ്ങൾക്ക് വേണ്ടിയും അത് ചിലവഴിക്കുകയാണ്. ഈ പാവപ്പെട്ട കുട്ടികളെ കണ്ടിട്ടാണ് ഇത്തരം ആളുകളൊക്കെ സഹായങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നത്. ഗവൺമെന്റ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ അദ്ദേഹത്തിന് നൽകുന്നത് കുട്ടികളെ സഹായിക്കാൻ വേണ്ടിയാണ്. പക്ഷെ അദ്ദേഹം അത് വക തിരിച്ച് ഉപയോഗിക്കുന്നത് മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഇപ്പോൾ അതെല്ലാം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു നിലക്കും മുതുകാടിനെ രക്ഷപ്പെടാൻ പഴുതുകളില്ലാത്ത രീതിയിലാണ് ഓരോ ലോക്കുകളും വന്നു വീഴുന്നത്. ഈ കാണിച്ചു കൂട്ടിയതെല്ലാം അദ്ദേഹത്തിന് തന്നെ വിനയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്തിനെല്ലാം മറുപടി പറയണം? അദ്ദേഹത്തിൻ്റെ ഈ കണ്ട പെരുമാറ്റങ്ങൾക്കോ അല്ലെങ്കിൽ മോശമായിട്ട് ഇടപെടുന്നതോ മാത്രമല്ല, ഇനി സാമ്പത്തികമായിട്ടുള്ള ക്രമക്കേടുകൾക്ക് കൂടി അദ്ദേഹം മറുപടി പറയേണ്ടതായിട്ട് വരികയാണ്. ചെറിയൊരു വിഷയമല്ല. വടി കൊടുത്ത് അടി മേടിക്കുക എന്ന് പറയുന്ന ഒരു രീതിയാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം അന്വേഷിക്കപ്പെടണം, എല്ലാം സുതാര്യമാക്കണം, എല്ലാം ഓഡിറ്റ് ചെയ്ത് അതിൻ്റെതായ കണക്കുകൾ പുറത്തു വരിക തന്നെ വേണം. സമൂഹത്തിന് അത് ബോധ്യപ്പെടേണ്ട ആവശ്യമുണ്ട്. കാരണം ഇതെല്ലാം ഞാൻ ഉൾപ്പെടെ അല്ലെങ്കിൽ നിങ്ങൾ ഉൾപ്പെടെയുള്ള നമ്മുടെ പണമാണ്. അപ്പോൾ അദ്ദേഹം അത് ഏത് തരത്തിലേക്കാണ് അതെല്ലാം വകതിരിച്ച് ഉപയോഗിക്കുന്നതെന്ന് അറിയേണ്ട ഉത്തരവാദിത്വം നമ്മൾ പൊതുജനങ്ങളുമാണ്. അദ്ദേഹം പറഞ്ഞത് ശിഹാബിനെ പുറത്താക്കിയത് വീണ ജോർജുമായിട്ട് ആലോചിച്ചിട്ടാണ് എന്നാണ് പറഞ്ഞത്. പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മൾ വീണ ജോർജിൻ്റെയും ഒരു വീഡിയോ കണ്ടു. അവർ പറയുന്നത് ശിഹാബിനെ എടുത്തതിലും പറഞ്ഞു വിട്ടതിലും എനിക്ക് യാതൊരു പങ്കുമില്ല എന്നുള്ളതാണ്. പക്ഷേ എന്നിട്ടും ആ വീണ ജോർജ് വളരെ പോസിറ്റീവായിട്ട് സംസാരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ആരും വിചാരിക്കുന്നില്ല. ഞങ്ങൾക്ക് അത്തരത്തിൽ ഈ കാണുന്ന ഒരാൾക്കും അദ്ദേഹത്തിൻ്റെ ഭാഗത്തൊരു നെഗറ്റീവ് ഉണ്ടായി എന്ന് വിശ്വസിക്കാനും കഴിയുന്നില്ല. ഉണ്ടാവരുതേ എന്നാണ് നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നത്. കാരണം അദ്ദേഹം അത്രയധികം നമ്മുടെയൊക്കെ മനസ്സിൽ കയറിപ്പറ്റിയ ഒരു മനുഷ്യനായിരുന്നു. മുതുകാടിനെതിരെയുള്ള ഓരോ ന്യൂസുകളും പല തരത്തിലുള്ള തെളിവുകളും പുറത്തു വരുമ്പോൾ വളരെ ഗൗരവകരമായിട്ടുള്ള സിറ്റുവേഷനിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത്. നമുക്ക് നല്ല നല്ല കഥകൾ പറഞ്ഞു തന്ന, നല്ല നല്ല പാഠങ്ങൾ പഠിപ്പിച്ചു തന്ന ആ ഒരു മനുഷ്യൻ ഇത്രയധികം അധപ്പതിക്കുന്നു എന്നുള്ളത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. അതിനപ്പുറത്തേക്ക് കോടാനുകോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റാണ് അദ്ദേഹം അവിടെ ചെയ്തിട്ടുള്ളത്. അത് അദ്ദേഹത്തിന്റെ മാത്രം പണമല്ല, മറ്റു പല ആളുകളും നമ്മുടെ ഗവൺമെന്റ് തന്നെ അനുവദിച്ച ഫണ്ടുകളാണ് അവിടെ കിടക്കുന്നത്. അതെല്ലാം നമ്മുടെയും കൂടെ പണമാണ്. ഇതിനെല്ലാം അദ്ദേഹം മറുപടി പറയേണ്ടതായിട്ടുണ്ട്. അത് പറഞ്ഞേ മതിയാവും. പൊതു സമൂഹത്തിന് മുന്നിൽ അദ്ദേഹത്തിന് സംഭവിച്ച കാര്യങ്ങൾ തുറന്നു പറയട്ടെ. നമ്മളെല്ലാവരും അത് മനസ്സിലാക്കാൻ തയ്യാറാണ്.
കാരണം താങ്കളെ അപേക്ഷിച്ച് മറ്റൊരു വ്യക്തിയെ പോലെയല്ല താങ്കൾക്ക് ഞങ്ങളുടെ മനസ്സിൽ തന്നിട്ടുള്ള സ്ഥാനം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും താങ്കൾ താങ്കളുടെ ആ ഒരു നല്ല ക്യാരക്ടറിലേക്ക് തിരിച്ചു വരണം എന്ന് പറയുന്നത്. അത് അഭിനയമായിരുന്നാലും അല്ലെങ്കിൽ അത് സത്യമായിരുന്നാലും നമുക്കറിയില്ല. താങ്കൾ മുൻകാലങ്ങളിൽ കാണിച്ചു കൂട്ടിയ ചെയ്തികളെല്ലാം അത് റിയാലിറ്റി ആയിരുന്നോ അതല്ല അഭിനയമായിരുന്നോ എന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷേ അത് അഭിനയമായിരുന്നെങ്കിൽ അതിലേക്ക് താങ്കൾ തിരിച്ചു വരണമെന്നാണ് പറയുന്നത്. ഇനി അത് റിയാലിറ്റി ആയിരുന്നെങ്കിൽ താങ്കളുടെ ഇപ്പോഴത്തെ അഭിനയം നിർത്തി ആ റിയാലിറ്റിയിലേക്ക് തിരിച്ചു വരണമെന്നാണ് പറയുന്നത്. കാരണം താങ്കൾക്ക് ഒരുപാട് കഴിവുകളുണ്ട്, താങ്കൾക്ക് ഒരുപാട് ചിന്താശേഷിയുണ്ട്. ആയതുകൊണ്ട് തന്നെ താങ്കൾക്ക് നല്ല ഒരു സമൂഹത്തെ വാർത്തെടുക്കാനുള്ള കഴിവ് പോലുമുള്ളൊരു വ്യക്തിയാണ് താങ്കൾ. നല്ല നല്ല പാഠങ്ങൾ കൊടുക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് താങ്കൾ. താങ്കൾ ഇത്തരത്തിൽ അധപ്പതിച്ചു പോവാൻ പാടുള്ളതല്ല. എന്നിരുന്നാലും കാര്യങ്ങൾ ഇത്രയധികം സങ്കീർണമായ സ്ഥിതിക്ക് എല്ലാ കാര്യങ്ങളിലും എല്ലാ കണക്കുകളിലും അവിടെ നടക്കുന്ന A to Z കാര്യങ്ങളിലും സുതാര്യത വേണം. അതെല്ലാം പുറത്തു വരണം. എല്ലാ കണക്കുകളും വളരെ ട്രാൻസ്പെറൻ്റായി പൊതുജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുക തന്നെ വേണം. അതല്ലാതെ താങ്കളിങ്ങനെ ഒളിച്ചിരുന്നത് കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇന്ന് വേണു പരമേശ്വർ വന്നു, ഒരുപാട് അനുഭവങ്ങളുമായും ഒരുപാട് തെളിവുകളുമായും. നാളെ ഇനി ആരാണ് വരാനിരിക്കുന്നതെന്ന് നമുക്കറിയില്ല. താങ്കൾക്കെതിരെയുള്ള ഈ അമ്പുകൾ തൊടുത്തു വിടുന്നത് നോക്കി താങ്കൾ ഇരിക്കാതെ ഇനി വരുന്ന അമ്പിനെയെങ്കിലും തടയാനുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പൊതുജനങ്ങൾക്കും ക്ഷമിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. ഒരു പരിധി വരെയുള്ള കാര്യങ്ങൾ മാത്രമേ ജനങ്ങൾക്ക് പൊറുക്കാൻ കഴിയുള്ളൂ. ഇതിനപ്പുറത്തേക്കിനി താങ്കളെക്കുറിച്ചുള്ള ന്യൂസുകൾ എന്തൊക്കെയാണ് വരാനിരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല. ഒരുപക്ഷെ തീരെ ക്ഷമിക്കാൻ കഴിയാത്ത തരത്തിലുള്ള വല്ല കാര്യങ്ങളും ഇനി വരാനുണ്ടെങ്കിൽ ഒരുപക്ഷെ താങ്കൾക്കൊരു തിരിച്ചുവരവ് അസാധ്യമായിരിക്കും. അപ്പോൾ അതിലേക്ക് എത്തിക്കാതെ താങ്കൾ എത്രയും പെട്ടെന്ന് ഈ കേൾക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തത കൊണ്ടുവരണം. സമൂഹത്തിന് മുന്നിൽ തുറന്നു പറയണം. എന്നിട്ട് താങ്കളായിട്ട് ജീവിക്കണം. ഈ സമൂഹത്തിന് വേണ്ടി എന്തെല്ലാം താങ്കൾക്ക് ചെയ്യാൻ കഴിയുമോ അതെല്ലാം താങ്കൾ ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹവും അഭിപ്രായവും. മിസ്റ്റർ വേണു പരമേശ്വർ എന്ന വ്യക്തിയുടെ വീഡിയോ കണ്ടപ്പോൾ അതിനോടൊന്ന് പ്രതികരിക്കണമെന്ന് തോന്നി. നിങ്ങൾക്കും ഉണ്ടാവും അഭിപ്രായങ്ങൾ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയിൽ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു.